ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, നമ്മൾ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ചേമ്പിൻ തണ്ട് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. മഴക്കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാനും പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുന്നൊരു കറിയാണിത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാനിവിടെ ഒരു 5-6 ചേമ്പിൻ്റെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകും ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ ചേമ്പിൻ്റെ തണ്ട് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി ഇങ്ങനെ എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ തണ്ട് എടുക്കുമ്പോൾ വളരെ ഇളയ തണ്ടാണ് ഇങ്ങനെ കറി വയ്ക്കാൻ നല്ലത്. അപ്പോൾ ഇളയ തണ്ട് എടുത്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമ്മളത് ചെറിയതായിട്ട് കഷ്ണാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്യാം. അത് കൈകൊണ്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള കനത്തിൽ നമ്മളിത് നുറുക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഈ ചെറിയ ഉള്ളിയും കാന്താരി മുളകും കൂടിയാണ്. അപ്പോൾ അത് രണ്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളകിന് പകരം നമുക്ക് പച്ചമുളക് ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ എൻ്റെ അടുത്ത് കാന്താരി മുളക് ഉള്ളതുകൊണ്ട് ആണ് അത് എടുത്തിട്ടുള്ളത്. കാന്താരി മുളകാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കാന്താരി മുളകും ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഇലക്കറികളൊക്കെ നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ തണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേമ്പിൻ്റെ തണ്ടൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമേ വയ്ക്കുന്നുള്ളൂ, വളരെ കുറച്ച് കറിയേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളമേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഉണ്ടാക്കാനുള്ള പണി. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കിയോ. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരികയെന്ന് വെച്ചാൽ നമ്മൾ വല്ലാണ്ട് ഇത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ അത്രയ്ക്കുള്ള വേവ് മതി. കഷ്ണങ്ങൾ നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ കറി റെഡിയായി. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായിച്ച വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.